2025 മെയ് 2-ാം തീയതി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സീപോർട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നത് ഇത് ആരുടെ ചൈൽഡാണെന്നുള്ളത്. ചൈൽഡ് എന്നുള്ള വാക്കിന് അത് ചിലരുടെ ബ്രെയിൻ ചൈൽഡായിരുന്നു. സർ സി പിയുടെ ബ്രെയിൻ ചൈൽഡായിരുന്നു വെള്ളായണി കായൽ മുതൽ വിഴിഞ്ഞം കടൽ വരെയുള്ള ഒരു തുറമുഖവും അതിനനുബന്ധമായ സൗകര്യങ്ങളും മറ്റും. അപ്പോൾ ഇത് ആരുടെ ബ്രെയിൻ ചൈൽഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സർ സി പിയുടെ ബ്രെയിൻ ചൈൽഡാണ്. അതിനൊക്കെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളുണ്ട്. അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതിയ കത്തുകളുണ്ട്. അപ്പോൾ ഇത് ബ്രെയിൻ ചൈൽഡ് എന്ന് പറയുന്നത് ശ്രീ സർ സി പി രാമസ്വാമി അയ്യർ അവർകളാണ്, അല്ലെങ്കിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് അവർകളാണ്. എന്ന് പറഞ്ഞാൽ അങ്ങ് ശരിയാവുന്നില്ല. കാര്യം ഞാൻ വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂരുകാരനാണ്. വിഴിഞ്ഞത്തുള്ള ഗുഹാക്ഷേത്രം ഞാൻ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം എന്ന് പറയുന്നത് ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അന്നൊരു കാലത്തൊരു ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ഒരു വംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥാപനമൊന്നും അല്ലായിരുന്നു. വിഴിഞ്ഞം ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ വലിയ ഒരു സ്ഥാപനമായിരുന്നു. ഇന്നും അവിടെ കോട്ടപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് ഖനനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടും. രാജവംശത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടും. അന്ന് നമ്മൾ നടത്തിയിരുന്ന കപ്പൽ യാത്രകളുടെ രേഖകളും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും നമുക്ക് കിട്ടും. ഇപ്പം വിഴിഞ്ഞം വളരെ പ്രാചീനമായ ഒരു തുറമുഖമാണ്. ഒരു തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. സുനാമി പോലെയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ. അത് മാത്രമല്ല, ഈ ആയ രാജവംശത്തിന്റെ കാലത്തുണ്ടായിരുന്ന കാന്തല്ലൂർ സർവകലാശാല, കാന്തല്ലൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനവും വിഴിഞ്ഞത്തായിരുന്നുവെന്നും തിരുവനന്തപുരത്ത് ചാലയ്ക്കടുത്തുള്ള ആര്യശാലയിലായിരുന്നുവെന്നും രണ്ട് വാദങ്ങളുണ്ട്. ഇതിൻ്റെ തെളിവുകളിലോട്ട് പോകേണ്ട ചരിത്രകാരന്മാരുടെ കാര്യമാണ്, നമ്മളിവിടെ അത് പരാമർശിക്കുന്നില്ല. എന്തായാലും വിഴിഞ്ഞം ആയി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നുവെന്നും ഒരു രാജ്യ തലസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കാലത്ത് വിഴിഞ്ഞത്തുണ്ടായിരുന്നുവെന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഖനനം ചെയ്താൽ കിട്ടുമെന്നും അതിൻ്റെ സ്ഥലപ്പേര് കൊണ്ടും മറ്റ് സാഹചര്യ തെളിവുകൊണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖം ഇന്നലെയോ ഇന്നോ ഈ നൂറ്റാണ്ടിലോ സർ സി പിയോ ഒന്നും തുടങ്ങിയതല്ല. കുറഞ്ഞത് 600-700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വിഴിഞ്ഞം തുറമുഖവും വിഴിഞ്ഞവും തമ്മിൽ ഏകദേശം 4 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. ഈ 4 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ ഈ വിമാനത്താവളവും അതിന് വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള കപ്പൽചാലുകളും ഒക്കെ ഉള്ളത്. അത് മുല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, മുല്ലൂരിനും പുളിങ്കുടിക്കും ഒക്കെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഈ തുറമുഖം. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നുണ്ടെങ്കിലും വിഴിഞ്ഞമായിട്ട് ഈ തുറമുഖത്തിന് ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ വിഴിഞ്ഞം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു സ്ഥലം ആ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്ന് ചരിത്രരേഖകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1991 ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കറസ്പോണ്ടൻസ് ഒക്കെ തുടങ്ങി, ആലോചനകൾ തുടങ്ങി. MP രാഘവൻ അതിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു. അതിനുശേഷം പല വഴികൾ വന്നു. പല നേതാക്കളും വിഴിഞ്ഞത്ത് തൊട്ടു. പക്ഷെ വികസനത്തെ പറ്റി പേടിയുണ്ടായിരുന്നതുകൊണ്ട് പലരും അതിനകത്തോട്ട് പോയില്ല. നമ്മൾ ചർച്ചകളിൽ കാണുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ്. വികസന വിരോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വികസന വിരോധി നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ട് വരുന്നവർ പറയണം ഗോളിയർ റയോൺസ് എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയതെന്ന്. കേരളത്തിൽ പൂട്ടിയ
വ്യവസായശാലകളുടെ ലിസ്റ്റ് എടുക്കുക, ആരാണ് സമരം ചെയ്തതെന്ന് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ തുറമുഖം നാടിന് സമർപ്പിക്കാൻ ഏറ്റവും പരമയോഗ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ വ്യവസായ മന്ത്രി ശ്രീ എളമരം കരീമായിരുന്നു. ഒരുപാട് വ്യവസായം വളർത്തിയ കരീമാണ് കരീമിക്ക. ഇപ്പൊ കരീമിക്കായിരുന്നു ഇത് വികസനം നടത്താൻ ഏറ്റവും പറ്റിയ ആൾ. എന്തായാലും നടന്നില്ല. സാധാരണ ആൾക്കാർ മരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ആഹ്ലാദിക്കാറില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് മത്സരിച്ചപ്പോഴത്തേക്ക് പലരും ഫ്ലെക്സ് അടിച്ച് ദൈവത്തിന് നമോഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ വികസനത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ 2010 ആഗസ്റ്റ് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ് ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ കോൺട്രാക്ട് ആദ്യം നൽകുന്നത്. ഈ സൂം ഡെവലപ്പേഴ്സുമായിട്ടുള്ള കേസ് സുപ്രീം കോടതി വരെ പോയി. ഇതൊരു ചൈനീസ് കൺസോർഷ്യം ആയതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കോൺട്രാക്റ്റ് കിട്ടാതെ വന്നത്. ഇടയ്ക്ക് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ കോൺട്രാക്ട് കൊടുത്തു. ഇത് സുപ്രീം കോടതി വരെ എത്തി. അന്ന് ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ചൈനീസ് ബന്ധമുള്ള കൺസോർഷ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി അവർക്ക് അനുകൂലമായിട്ട് വിധി സമ്പാദിച്ചു കൊടുത്തത് മാന്യ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ചൈനയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. അതായത് അരുൺ ജെയ്റ്റ്ലിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻറ്റഗ്രിറ്റിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് അന്ന് സൂം ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായതും അവർക്ക് അനുകൂല വിധി വാങ്ങിച്ചു കൊടുത്തതൊക്കെ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. ഈ സൂം ഡെവലപ്പേഴ്സിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ED കസ്റ്റഡിയിലായി ബാങ്കുകളെ പറ്റിച്ചു. കോടിക്കണക്കിന് രൂപ, 3000-ഓളം കോടി രൂപ ബാങ്കുകളെ പറ്റിച്ച കേസിൽ അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. വളരെ കാലം ED കസ്റ്റഡിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജരി എന്ന് പറയുന്ന വനിതയും അവരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് ആരുടെ ബ്രെയിൻ ജെല്ലെന്ന് വെച്ചാൽ ഇവരെല്ലാവർക്കും ഇതിൻ്റെ പിതൃത്വം ആവശ്യമുള്ളതാണ്. BJPയിലെ അരുൺ ജെയ്റ്റ്ലിക്ക് ഇതിൻ്റെ പിതൃത്വമുണ്ട്, അച്യുതാനന്ദനുണ്ട്, MV രാഘവനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഈ കാര്യത്തിലോട്ട് വരുന്നത്. നമുക്കറിയാം അദ്ദേഹം ഭരിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൈൻ ചെയ്തിട്ട് പോയ സ്മാർട്ട് സിറ്റി എവിടെ എത്തിയെന്ന്. സ്മാർട്ട് സിറ്റി ഒരിടം എത്തിയില്ല. എന്താ എത്തിയെന്ന് വെച്ചാൽ ദുബായ് ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല എന്നാണ് ഒരാൾ പറഞ്ഞു കേട്ടത്. അതാരാന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്മാർട്ട് സിറ്റി കുന്തമായി. അങ്ങനെ അവസാനത്തെ നാളുകളിൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് പോയ ഒരു കരാറാണ്. അതായത് വിസിൽ എന്ന കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് ആ വിസിൽ എന്ന കമ്പനിയുടെ പേരിൽ ഈ കരാർ ഒപ്പിട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒപ്പിട്ടിട്ട് പോയത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഒരുപാട് അപവാദങ്ങളും അപഖ്യാതികളും ഒക്കെ കേരളത്തിലുണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ സമയദോഷമായിരുന്നു എന്ന് നമുക്കത് പറയാം. അദ്ദേഹം അങ്ങനെ ഒരിക്കലും കേൾക്കേണ്ടിയിരുന്ന ഒരാളല്ലായിരുന്നു. കേൾക്കേണ്ട യാതൊരുവിധ പരാധീനതകളും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അവിടെ അഴിമതി ആരോപണം കേട്ടു, കടൽക്കൊള്ളക്കാരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ നിയമപരമായിട്ട് ഈ കരാർ അദാനി കമ്പനിയുമായിട്ട് ഒപ്പിട്ടത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പം ഇതിൻ്റെ ബയോളജിക്കൽ ഫാദർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ഉമ്മൻചാണ്ടി അവർകളാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ച പോലെ ഒപ്പിട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പദ്ധതിയുടെ പിതാവാവോ എന്ന് ചോദിച്ചു. ബയോളജിക്കലി ഒരാൾ ജനിപ്പിച്ചത് കൊണ്ടാണല്ലോ അയാൾ ബയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത്. പോറ്റി വളർത്തിയാൽ അച്ഛനാവും. മലയാളത്തിൽ തന്നെ ചൊല്ലുണ്ട്, പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല. അപ്പോൾ അതിൻ്റെ പിതൃത്വം, അതിൻ്റെ ബയോളജിക്കൽ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായിട്ട്
അദ്ദേഹത്തിൻ്റെ പേരിലല്ല ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ അത് ഒറ്റയാൾ പ്രയത്നമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗം, ഇത് സംബന്ധിച്ചുള്ള നിയമസഭയിലെ പ്രസംഗം രേഖകളിലുള്ള ഒരു കാര്യമാണ്. അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചപ്പോഴത്തേക്ക് ആരൊക്കെയാണ് എതിർത്തതെന്നും, അന്ന് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ശ്രീ പ്രേമേന്ദ്രനൊക്കെ അതിനെ അന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ എതിർത്ത ഒരാളാണ്. പിന്നെ സംഭവിച്ചത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചിലരൊക്കെ പറയുന്ന മാതിരി തലേ ദിവസം അവിടെ ചെന്ന് താമസിച്ചിട്ടാണ് രാവിലെ കയറിയത്. റിയാസ് സാറിന് അവിടെ എത്താൻ താമസിച്ചു പോയിരുന്ന അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇദ്ദേഹത്തിന് പിന്നെ അങ്ങനെ പ്രാരാബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ ചെന്നു പോയത് ഒരു കുറ്റമായിട്ട് പറയാമെങ്കിൽ അദ്ദേഹം ഒരു കുറ്റക്കാരനാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തു. ഒന്ന്, ആദ്യമായിട്ട് വീണയ്ക്ക് SFIO എന്ന് സമൻസ് വരുന്നു. രണ്ടാമത്, പിണറായിയുടെ ഗവർണർമാരുടെ അത്താഴം മുടക്കി. 3, സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിലൊന്നും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം സദസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ചന്ദ്രശേഖറാണ്, സുരേന്ദ്രൻ അല്ല. കളി മാറി, കളിക്കാർ മാറി, കളിക്കളവും മാറി, കളിയുടെ അന്തരീക്ഷവും മാറി. അപ്പോൾ ഇനി നമ്മൾ പുതിയ കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.